ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ലോലിപോപ്പ്, അതിനോടൊപ്പം കട്ട്ലേറ്റും കൂടിയാണ്. ചിക്കൻ്റെ തന്നെ കട്ട്ലേറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ട് 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. അത് ഉടച്ചെടുത്തിട്ടുണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസാണ്. അതിനോടൊപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മിൻസ് ചെയ്ത് നല്ലോണം അരച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും എടുത്തു. അതിനോടൊപ്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം. അതിനോടൊപ്പം സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്യുക. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ എല്ലായിടത്തും മസാല ഒരുപോലെ പിടിക്കണം, അതുപോലെ ഉപ്പ് നല്ലതുപോലെ പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം നമ്മൾ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഉരുളകളാക്കി എടുക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റിഫ്നെസ്സിനാണ് നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടികൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. അപ്പോൾ കുഴച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഓരോ ഉരുളകളാക്കി ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കിയെടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതുപോലെ എല്ലാം പിടിക്കുക. ഇനി നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഇതൊന്ന് ആക്കിയെടുക്കുന്നത്. കണ്ടോ, കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം വീണ്ടും മുട്ടയിൽ തന്നെ ഒന്ന് മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതപ്പോൾ നമ്മൾ ലോലിപോപ്പിനുള്ളതും റെഡിയാക്കി വെച്ചു, കട്ട്ലേറ്റും റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇടുക. അപ്പോൾ ഓരോ ഉരുളകളാക്കി എടുത്തത് നമ്മുടെ ആ ചിക്കൻ ലോലിപോപ്പിൻ്റെ ഓരോ ഉരുളകളും ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പുറം ഭാഗം പെട്ടെന്ന് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും. പക്ഷെ അകം വേഗില്ല. ചിക്കനും കൂടെ ഉള്ളത് കാരണം നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 5-8 മിനിറ്റോളം നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കൂട്ടി വെച്ചെന്നാൽ. അപ്പോൾ തീ പ്രത്യേകം കുറച്ച് വയ്ക്കുക. എന്നിട്ടൊരു 5-8 മിനിറ്റോളം നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉള്ളിലുള്ളതും വേഗം പുറമേ ഉള്ള കോട്ടിങ്ങും നല്ല ക്രിസ്പി ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമുക്കത് എടുക്കാം. നല്ല ക്രിസ്പിയാണ്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ലോലിപോപ്പിൻ്റെ എല്ലാ പീസും നമുക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡിയായി. ഇനി നമ്മളിതാ കട്ട്ലേറ്റ് ഉള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ 3 ഇട്ടു. എന്നിട്ട് നല്ലതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഉള്ളിൽ ചിക്കനുണ്ട്, അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് കിട്ടണം. അതിന് ശേഷം നന്നായി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പും റെഡി ആയിട്ടുണ്ട്, കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലോലിപോപ്പ് പോലെ ആക്കുക നമ്മുടെ ആ ടൂത്ത് പിക്കില്ലേ, അപ്പോൾ അതൊന്ന് നമ്മൾ അതിലൊന്ന് കുത്തി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോലിപോപ്പ് എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല യമ്മിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രെഡ് ക്രംസ് ഇട്ടത് കാരണം നല്ല സ്റ്റിഫാണ്, അതുപോലെ നല്ല ക്രിസ്പിയാണത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ.